ദൈവത്തിലെ നിനക്ക് വരേണ്ട ദൈവിക മാന്യത, നിനക്ക് വരേണ്ട ദൈവിക അനുഗ്രഹം ആരിലേക്കും പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. അത് നിന്നെ തേടി തന്നെ വരും. മോർണിംഗ് മന്നായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം. വീണ്ടും ഒരു ദിവസം കൂടെ കർത്താവ് ദാനമായിട്ട് നമുക്ക് തന്നു. പ്രാർത്ഥനയോടെ തികഞ്ഞ പ്രതീക്ഷയോടെ അനുഗ്രഹിക്കപ്പെട്ടൊരു വചനഭാഗം നമ്മൾ ചിന്തിക്കാൻ പോകുന്നു. എസ്തേറിൻ്റെ പുസ്തകം 2-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം. രാജാവ് എസ്തേറിനെ സകല സ്ത്രീകളെക്കാളും അധികം സ്നേഹിച്ചു. സകല കന്യകമാരിലും അധികം കൃപയും പക്ഷവും അവളോട് തോന്നിയിട്ട് അവൻ രാജകിരീടം അവളുടെ തലയിൽ വെച്ച് അവളെ വസ്തിക്ക് പകരം രാജ്ഞിയാക്കി. പ്രൈസ് ദി ലോർഡ്. ഹദസ്സെ എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട പെൺകുട്ടിയെ ദൈവം എസ്തേറാക്കി മാറ്റിയ ഒരു സംഭവമാണ് ഈ പുസ്തകത്തിൻ്റെ ഇതിവൃത്തം എന്ന് പറയുന്നത്. അതിന് മുഖാന്തരമായത് മൊർദെഖായി എന്ന് പറയുന്ന തൻ്റെ ചിറ്റപ്പൻ. ആ മൊർദെഖായി കൊടുത്ത ആത്മീക കാര്യങ്ങളെ താൻ ശിരസ വഹിച്ചത് നിമിത്തം അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവത്തിൻ്റെ മാന്യത അവളെ തേടി വരാനിടയായിത്തീർന്നു. നമുക്കറിയാം, വസ്തി മാറ്റപ്പെടാൻ കാരണം അനുസരണക്കേടാണ്. അനുസരണക്കേട് രാജാവിനോട് കാണിച്ചപ്പോൾ രാജാവ് അവളെ രാജ്ഞി സ്ഥാനത്ത് നിന്ന് മാറ്റുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് എസ്തേറിനെ ദൈവം രാജസ്ഥാനത്തേക്ക് കൊണ്ടുവരികയാണ്. എസ്തേർ ബാബിലോണിലോട്ട് വരുമ്പോൾ കൈകളിൽ ചങ്ങലയുണ്ട്. വളരെ പ്രയാസത്തിലൂടെ ആ പെൺകുട്ടി കടന്നു വരുന്നത്. പിതാക്കന്മാർ ചെയ്ത ചെയ്തികളുടെ തിക്താനുഭവമാണ് ഈ പെൺകുട്ടിയെ ഗ്രസിച്ചിരിക്കുന്നത്. പക്ഷെ അവൾ ദൈവത്തെ വിടാൻ തയ്യാറായില്ല. ദാനിയേലിനെ പോലെ, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിനെ പോലെയൊക്കെ ഇവളും ദൈവത്തെ മുറുകെ പിടിച്ച് നിന്നത് കൊണ്ട് മാനിക്കപ്പെടേണ്ട ഇടത്ത് മറ്റുള്ളവരെ മാറ്റി നിർത്തി ദൈവത്തിൻ്റെ മാന്യത തേടി വന്നു. ഞാൻ പറഞ്ഞ പദം ഒന്നുകൂടെ ആവർത്തിക്കുന്നു. മാനിക്കപ്പെടേണ്ട ഇടത്ത് മറ്റുള്ളവരെ മാറ്റി നിർത്തി മാന്യത, കിരീടം അവളെ തേടി വന്നു. അങ്ങനൊരു ദൈവപ്രവൃത്തി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കൽപ്പിക്കും. പക്ഷെ ഒറ്റ കാര്യമുണ്ട്, ദൈവിക പാതയിൽ തന്നെ നിൽക്കണം. ദൈവിക റൂട്ട് വിട്ടു പോകുന്ന ഒരു പരിപാടിയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. വക്രതയുടെ നന്മകൾ സമ്പാദിക്കാൻ ബിലയാമിനെ പോലെ ഓടരുത്. അല്പ നേരത്തെ നൈമിഷിക സുഖത്തിനു വേണ്ടി കണ്ണുകുത്തി പൊട്ടിക്കാൻ കാരണമായി തീരുന്ന അവസ്ഥയിലേക്ക് എത്തപ്പെടുന്ന ആ ഒരു കാര്യാദിയിലേക്ക് ശിംശോനെ പോലെ പോകരുത്. ഗുരുവിനെ ഒറ്റിക്കൊടുത്തിട്ടാണെങ്കിലും എൻ്റെ കീശ നിറയ്ക്കണമെന്ന് ഉള്ള ആ ഒരു മൈൻഡിൽ യൂദാസിനെ പോലെ ചലിക്കരുത്. എടുത്ത തീരുമാനത്തിൽ കുഴപ്പമില്ല, ആമൻ ഇച്ചിരി മാറ്റി വെച്ചാലും ആരും കാണത്തില്ല എന്നുള്ള ചിന്തയോടെ അനന്യാസിനെയും സഫീറയെ പോലെ ഇരുമനസ്സാകരുത്. പിന്നെയോ തല പോകേണ്ടി വന്നാലും യോസഫിനെ പോലെ, ദാനിയേലിനെ പോലെ, ഏലിയാവിനെ പോലെ, കർത്താവിനെ പോലെ, പൗലോസിനെ പോലെ കർത്താവിന് വേണ്ടി നിൽക്കുന്നവരായിത്തീരണം. അങ്ങനെ നിന്നാൽ നമ്മുടെ തലയിലും എസ്തേറിൻ്റെ മേൽ വന്നതുപോലെയുള്ള ദൈവിക കിരീടങ്ങൾ കടന്നു വരാനിടയായിത്തീരും. പ്രലോഭനങ്ങളെ അതിജീവിക്കുന്ന ഒരു ആത്മകരുത്ത് ദൈവം നിങ്ങൾക്ക് തരും. മാന്യതയുടെ കരുത്ത് ദൈവം നിങ്ങൾക്ക് തരും. ഏൽപ്പിച്ചു കൊടുക്കാമോ? ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമെന്ന് പറയത്തക്ക വിധത്തിൽ ജീവിതത്തിൽ ഇന്നലകളിൽ കടന്നു വന്ന സകല തിക്താനുഭവങ്ങളെയും, ബാബിലോണിലേക്കുള്ള ആ പ്രവേശനമൊക്കെ നിങ്ങളൊന്ന് നോക്കിയേ. പക്ഷെ അതെല്ലാം അവളുടെ ലൈഫിൽ ഒരു നന്മയ്ക്ക് കാരണമാക്കി ദൈവം തീർത്തില്ലേ? യോസഫ് പറഞ്ഞത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്നെക്കുറിച്ച് വിഷാദിക്കേണ്ട ആവശ്യമില്ല, വിഷമിക്കേണ്ട ആവശ്യമില്ല, ദൈവം എന്നെ അയച്ചതാണ്. അങ്ങനെ പറയത്തക്ക വിധത്തിൽ ഈ തിക്താനുഭവങ്ങളെ ദൈവം മാറ്റിയെങ്കിൽ ഇത് നമ്മളോടുള്ള സന്ദേശമല്ലേ? നമ്മളോടുള്ള ഒരു ആമേൻ ഊർജം തരുന്ന, ബലപ്പെടുത്തുന്ന ഒരു സന്ദേശമല്ലേ? ആ വചനം നമുക്ക് ഹൃദയത്തിൽ പേറാം, ഹൃദയത്തിൽ കൊണ്ടു നടക്കാം. ലൈഫ് ചേഞ്ചാകും. ഈ ദിവസങ്ങളിൽ കാര്യങ്ങളൊക്കെ ഒരു തിരിവ് സംഭവിക്കും. ചില കിരീടങ്ങൾ ദൈവം നിൻ്റെ തലയിലേക്ക് വെക്കും. ആരൊക്കെ അതിന് ഇടങ്കോലായിട്ട് നിന്നാലും ദൈവം അത് ചെയ്യും. കാരണം ചില ഹാമാന്മാർ ചില പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയാണ്.
അതിനെ പൊളിക്കണമെങ്കിൽ എസ്തേറെ നിന്നെ രാജസ്ഥാനത്തേക്ക് കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ. ദൈവം അത് ചെയ്യുകയാണ്. ദൈവം തന്നെ അത് ചെയ്തു എന്ന് ഉറപ്പ് വരുന്ന ഒത്തിരി അനുഭവങ്ങൾ ദൈവം നൽകിത്തരും. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. വളരെ ഹൃദ്യമായിട്ട് ഞങ്ങളോട് അങ്ങയുടെ ആത്മാവ് സംസാരിച്ചു. വ്യക്തമായിട്ട് കേൾപ്പിച്ച സന്ദേശം ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ദൈവമാണ് ഇടപെട്ടതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈ വചനത്തിൽ കൂടെ ഞങ്ങളെക്കുറിച്ച് അങ്ങ് ആഗ്രഹിക്കുന്ന ആ ഒരു ദൈവിക സമർപ്പണം ഇപ്പോൾ അവിടുന്ന് സ്വീകരിക്കുന്നതിനായിട്ട് സ്തോത്രം. മഹത്വവും മാനവും ബഹുമാനവും പുകഴ്ചയും അങ്ങേക്ക് അർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.